എല്ലാ പ്രേക്ഷകരെയും ഷാലോം ടി വിയുടെ ഹെവൻലി മെലഡീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മോടൊപ്പം ആയിരിക്കുക പ്രിയ ബഹുമാനപ്പെട്ട ലിനോ പുത്തൻവീട്ടിൽ അച്ഛനാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നെഞ്ചോട് ചേർത്ത് വെച്ച കറുത്തിരുണ്ടൊരു മുഖമെന്ന്, അതുപോലെ തന്നെ ഏതൊരു പുരോഹിതനും പൗരോഹിത ശുശ്രൂഷ സമയത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങൾ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ധ്യാനാത്മക ഒരു പാട്ടുള്ള മറന്നിടല്ലേ നീയൊരു പുരോഹിതൻ, ആ ഒരു ഗാനത്തിൻ്റെയൊക്കെ സൃഷ്ടാവാണ് നമ്മളൊപ്പം ആയിരിക്കുക. നമുക്കിന്ന് അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങളും അച്ഛൻ്റെ സുന്ദരമായ ഗാനങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാനുണ്ട്. പ്രിയപ്പെട്ട ലിനാച്ച, സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സുഖമായിരിക്കുന്നു അല്ലേ? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അച്ഛൻ്റെ മുഖം തന്നെയാണ്. അച്ഛൻ്റെ പാട്ട് അച്ഛൻ്റെ മുഖം പോലെ തന്നെ സുന്ദരം, ഈശോയുടെ ഒക്കെ ഒരു രൂപം വളരെ സുന്ദരം. അച്ഛാ, പട്ടം 2017 അല്ലേ അച്ഛാ? പട്ടത്തിന് ശേഷം, തിരുപ്പട്ടത്തിന് ശേഷമുള്ള ശുശ്രൂഷകളെ പറ്റി നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാം. തിരുപ്പട്ടത്തിന് ശേഷം ഞാൻ പിലാത്ര, ഒരു ഫൊറേന ദേവാലയമാണ്, പിലാത്രയിലെ കൊച്ചച്ഛനായിട്ട് ഏകദേശം 1 വർഷത്തോളം ഉണ്ടായിരുന്നു. എൻ്റെ വല്യച്ഛനായിട്ടുണ്ടായിരുന്നത് കണ്ണൂർ രൂപതയിൽ തന്നെ ഒരു എല്ലാവർക്കും അറിയാവുന്നൊരു ഫാദർ ജോയ് പയനാടത്ത്, നമ്മുടെയൊക്കെ സെമിനാരിലെ കുറേ നീണ്ട 15-20 വർഷത്തെ പ്രൊഫസറായിരുന്ന ഒരു അച്ഛൻ്റെ കൂടിയായിരുന്നു. വലിയൊരു അനുഭവമായിരുന്നു. അതിനുശേഷം കണ്ണാടിപ്പറമ്പ, കണ്ണൂർ ടൗണിനോടടുത്തുള്ള കണ്ണാടിപ്പറമ്പിൻ്റെ അയൽവാസി എന്ന് പറഞ്ഞാൽ ബിഷപ്പ് സോസൊക്കെയാണ്. അപ്പം ആ പള്ളിയിൽ ഒരു 3.5 വർഷം വികാരിയായിട്ടുണ്ടായിരുന്നു. 1 വർഷം കൊച്ചച്ഛൻ പിന്നീട് വികാരിയായിട്ട് പോയി. നല്ല അനുഭവങ്ങളായിരുന്നു. അത് അതിനുശേഷം പിന്നെ കോവിഡൊക്കെ ആയല്ലേ? അതെ, കോവിഡ് ഭയങ്കരമായിട്ടൊരു പാട്ട് എപ്പോഴാണ് എഴുതുന്നത്? കാരണം പട്ടം കഴിഞ്ഞ് നമ്മുടെ സാധാരണ ഒരു പ്രശ്നം വരുന്നത്, കൊച്ചച്ഛനായിട്ടൊക്കെ നിൽക്കുന്ന പള്ളിയിൽ കൊച്ചച്ഛന് നിന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥയാണ്. പട്ടത്തിന് മുമ്പ് ബ്രദറായിരുന്നപ്പോൾ അച്ഛന് ബ്രദറായിരുന്നപ്പോൾ എഴുതിയിരുന്നു. പക്ഷെ പട്ടം കഴിഞ്ഞ് എങ്ങനെയാണ് പിന്നെയും ആ ഒരു ഫീൽഡിലേക്ക് വന്നത്? അച്ഛൻ ഈ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം പട്ടം കഴിഞ്ഞ് കൊച്ചച്ഛനായിട്ടിരിക്കുമ്പോൾ എനിക്ക് വീണ്ടും അടുത്ത് തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും പോകാനൊന്നും പറ്റിയിരുന്നില്ല. അത്രയും തിരക്കുള്ളൊരു മിനിസ്ട്രി ആയിരുന്നു. കൊറോണ പള്ളിയും കൂടിയാണല്ലോ. അതെ, സ്കൂളും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം വികാരിയായിട്ട് പോയതിനു ശേഷം കുറേയും കൂടെ ഫ്രീ ആയി. ഒരു ചെറിയൊരു പള്ളിയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് കോവിഡ്, ഞങ്ങൾ കുറച്ചൊരു യുവജനങ്ങൾ കൂടി ഒരു ധ്യാനത്തിന് പോയി. ഒരു 15ഓളം യുവജനങ്ങളെ കൂട്ടി മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ പോയി. അപ്പോൾ ആ സമയത്തിന് അച്ഛന്മാർക്കുള്ള ധ്യാനം അതിൻ്റെ അകത്തിന് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലും പിന്നെ നമ്മുടെ പിള്ളേരിവിടെയും സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ടായിരുന്നു. 1-2 ദിവസം ആയപ്പോഴേക്കാണ് പുറത്ത് സ്കൂളുകളൊക്കെ അടച്ചു തുടങ്ങി. കേരളത്തിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തു, തൃശ്ശൂരൊക്കെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ എല്ലാവരും ഭയങ്കരമായ ഭീതിയിലായി. അപ്പോൾ നമ്മുടെ പഞ്ചായത്തും എല്ലാവരും അറിഞ്ഞു. അച്ഛനും 15 പേരും തൃശ്ശൂർക്ക് പോയിട്ടുണ്ട് ധ്യാനത്തിന്. ആകെ എല്ലാം ചർച്ചയായി. എൻ്റെ ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് ധ്യാനം ബ്രേക്ക് ചെയ്ത് എല്ലാവരും വിടുന്നൊരു സമയമായി. അപ്പോൾ ഫോൺ ഓൺ ചെയ്യുമ്പോഴേക്കും എനിക്ക് MLAയും അങ്ങനെ വലിയ ആളുകളുടെ കോളുകൾ പറയാണ്, ഒരു കാരണവശാലും കോവിഡായി അച്ഛന് അല്ലേ? അതെ, കോവിഡായി അച്ഛൻ ആംബുലൻസിൽ കൊണ്ടുപോയി എന്നൊക്കെയുള്ള, സീരിയസ് ആയി എന്നൊക്കെയുള്ള കഥകളൊക്കെ പരന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ട്രെയിനിൽ കയറി, പള്ളിയിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കരുത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു ട്രാവലർ വല്ലതും പിടിച്ച് പള്ളി കോമ്പൗണ്ടിൽ പോയി ഇറങ്ങണം, വഴിക്ക് ഇവിടെ ഇറങ്ങരുത് എന്നൊക്കെയുള്ള, അങ്ങനെ 15 ദിവസം ക്വാറന്റൈനിലിരിക്കണം. ആദ്യത്തെ സമയത്തല്ലേ ഇത്? അതെ, ആദ്യത്തെ ക്വാറന്റൈനാണ് കേരളത്തിലെ. ചാനലുകാരൊക്കെ പുറത്തുനിന്ന് വീക്ഷിക്കുന്നു, വന്ന് ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്നു. അപ്പോൾ പഞ്ചായത്തിൽ നിന്നൊക്കെ പറഞ്ഞു ഭക്ഷണമൊക്കെ ഞങ്ങൾ പള്ളിയിൽ തരും. അപ്പം പള്ളിയുടെ മേടയിൽ ഉള്ള ഒരു റൂമിൽ സ്ത്രീകൾ, പിന്നെ ഹാളിൽ നമ്മുടെ യുവജനങ്ങൾ, പുറത്തുനിന്ന് ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. പള്ളി കോമ്പൗണ്ടിൽ മിനറൽ വാട്ടർ വെള്ളമൊക്കെ പുറത്ത് എത്തുന്നു പഞ്ചായത്തിൻ്റെ. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസമൊക്കെ തള്ളി നീക്കി. പിന്നെ പുറത്തൊക്കെ ഇറങ്ങി തുടങ്ങി. ഒന്നും ഉണ്ടായിരുന്നില്ല. തൃശ്ശൂർ ഒരു കോവിഡ് സ്ഥിരീകരിച്ച് ഞങ്ങൾ തൃശ്ശൂർ പോയി എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ആ സമയത്തൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, നിരീക്ഷണ ക്യാമ്പിൽ ജനിച്ച പാട്ട് എന്ന് പറഞ്ഞിട്ടാണ്. അത് ജിനോ ചേട്ടൻ്റെ ചാനലിലാണ് വന്നത്. ഇല്ല, എനിക്ക് ഇതുവരെ കോവിഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും. ഇതുവരെ കോവിഡിന്റെ സിംറ്റംസ് ഒന്നും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ആ സമയത്ത് എഴുതിയ പാട്ടാണ്. എനിക്ക് തോന്നുന്നത് ഈ എപ്പിസോഡ് അച്ഛൻ്റെ ആ ഒരു കൊറോണ ടൈമിലെ ആ ഒരു നിരീക്ഷണ ക്യാമ്പിൽ ജനിച്ച പാട്ട്, നിരീക്ഷണ ക്യാമ്പിൽ ജനിച്ച, അതെന്റെ മുറിയിൽ നിന്ന് തന്നെ പാടി, ഞങ്ങൾ ഹോം സ്റ്റുഡിയോയിൽ ഞങ്ങൾ തന്നെ പാടി, അവരെന്നെ അഭിനയിച്ച് മൊബൈലിൽ ഷൂട്ട് ചെയ്ത്. വിഷ്വലും തന്നെ ഉണ്ട് അല്ലേ? അതൊക്കെ തന്നെ. അതെങ്ങനെയാ യൂട്യൂബിൽ കിടക്കുമ്പോൾ അതെങ്ങനെയാ അത് ഇപ്പൊ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ? ജീവനാമൻ യേശുവേ, ലിനോ പുത്തൻ വീട്ടിൽ ലിനോ പുത്തൻ വീട്ടിൽ ജീവനാമൻ യേശു എന്ന് അടിച്ചു കഴിഞ്ഞാൽ
നിരീക്ഷണ ക്യാമ്പിൽ വെച്ചെടുത്ത മനോഹരമായ ആ പാട്ടും വീഡിയോ ഒക്കെ കാണാൻ റെക്കോർഡ് ചെയ്ത് ചിത്രീകരിച്ച് അവിടെ തന്നെ എഡിറ്റ് ചെയ്ത് പുറത്തിറങ്ങിയ ഒരു. അപ്പൊ ഇത് എല്ലാം മൊബൈലിലാണോ അതോ എല്ലാം മൊബൈലിൽ തന്നെ? എല്ലാം അച്ഛൻ തന്നെയാണ് അതിന്റെ എല്ലാം ചെയ്തത്? എഡിറ്റും വീഡിയോ ഒക്കെ. വീഡിയോ എഡിറ്റിംഗ് എല്ലാ പരിപാടിയും ഉണ്ട് അല്ലേ? അത്യാവശ്യം. അച്ഛൻ പാട്ട് എഴുതുന്നു, സംഗീതം കൊടുക്കുന്നു, വോക്കൽ കൊടുക്കുന്നു, ഓർക്കസ്ട്രേഷൻ നടത്തുന്നു. ഓർക്കസ്ട്രേഷന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണ്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അച്ഛനത് ഭംഗിയായിട്ട് ചെയ്യുന്നു. വീഡിയോ എഡിറ്റിംഗ്. എനിക്ക് തോന്നുന്നു ഈ ഒരു മീഡിയ ഫീൽഡിലുള്ള എല്ലാ കഴിവും കിട്ടിയിട്ടുള്ള ഒരു അച്ഛനാണ്. നമുക്കന്ന് ആ ഒരു ഗാനത്തോടു കൂടെ തന്നെ ഇല്ലിനോ അച്ഛൻ്റെ കൊറോണ സമയത്ത് നിരീക്ഷണ ക്യാമ്പിൽ വെച്ച് എഴുതിയ ആ ഒരു ഗാനത്തോടെ നമുക്ക് എപ്പിസോഡ് ആരംഭിക്കാം. യേശുവേ അങ്ങേ കാണുവാനേറെ ആശയായി ഹൃദയം നിറയെ നീ മാത്രം അവതില്ലെനിക്കകന്നിടുവാൻ. ജീവനാമൻ യേശുവേ അങ്ങേ കാണുവാനേറെ ആശയായി ഹൃദയം നിറയെ നീ മാത്രം അവതില്ലെനിക്കകന്നിടുവാൻ. മറന്നിടില്ല ഞാൻ നാഥനെ, മരിക്കുവോളം നിൻ കൃപകളെ ഓർത്തിടാം സ്തുതിച്ചിടാം ഹൃദയം പകുത്തവനെ. ജീവനാമൻ യേശുവേ അങ്ങേ കാണുവാനേറെ ആശയായി ഹൃദയം നിറയെ നീ മാത്രം അവതില്ലെനിക്കകന്നിടുവാൻ. ശാന്തിയും സൗഖ്യവും നീ തന്നതോർക്കുന്നു. നീ എൻ്റെ ഉള്ളിൽ വന്നണഞ്ഞപ്പോൾ ശാന്തിയും സൗഖ്യവും നീ തന്നതോർക്കുന്നു നാഥാ. വേഗം അഭയമരുളണമേ. ജീവനാമൻ യേശുവേ അങ്ങേ കാണുവാനേറെ ആശയായി ഹൃദയം നിറയെ നീ മാത്രം അവതില്ലെനിക്കകന്നിടുവാൻ. സന്നിധേ ഒന്നണഞ്ഞപ്പോൾ സുരഭിലം സുഖകരം സുകൃതം നിൻ മുഖദർശനം. പാവനം നിൻ സന്നിധേ ഒന്നണഞ്ഞപ്പോൾ സുരഭിലം സുഖകരം സുകൃതം നിൻ മുഖദർശനം. പാരിൽ നീയേ അലിവിൻ പരമ്പൊരുളെ. ജീവന
അങ്ങേ കാണുവാനേറെ ആശയായി ഹൃദയം നിറയെ നീ മാത്രം അവതില്ലെനിക്കകന്നിടുവാൻ ജീവനാമെൻ യേശുവേ അങ്ങേ കാണുവാനേറെ ആശയായി ഹൃദയം നിറയെ നീ മാത്രം അവതില്ലെനിക്കകന്നിടുവാൻ മറന്നിടില്ല ഞാൻ നാഥനെ മരിക്കുവോളം നിൻ കൃപകളെ ഓർത്തിടാൻ സ്തുതിച്ചിടാൻ ഹൃദയം പകുത്തവനേ ജീവനാമെൻ യേശുവേ അങ്ങേ കാണുവാനേറെ ആശയായി ഹൃദയം നിറയെ നീ മാത്രം അവതില്ലെനിക്കകന്നിടുവാൻ. പിന്നോച്ചാ ഒന്നാം തരായിരിക്കും കേട്ടോ. ഇത് അങ്ങനെ വളരെ നിസ്സാരമായിട്ട് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ പാട്ട് കേട്ടല്ലോ, ഇത് വളരെ എന്താ പറയുക, വളരെ പ്രൊഫഷണൽ ആയിട്ടുണ്ട്. പക്ഷെ നമ്മളതിൻ്റെ പിന്നിലേക്ക് വരാൻ നേരത്ത് ഹോം ക്വാറന്റൈനിൽ നിൽക്കേണ്ട സമയത്ത് അച്ഛൻ എഴുതി. എനിക്ക് തോന്നുന്നു ചുറ്റുപാടുമായിട്ടൊരു ബന്ധമില്ല, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അച്ഛൻ എഴുതിയ വരികൾ, അച്ഛൻ സംഗീതം കൊടുത്തു, അതിന് അച്ഛൻ്റെ ഓർക്കസ്ട്രേഷൻ അച്ഛൻ ആലപിച്ചു, അതിൻ്റെ വീഡിയോ അച്ഛൻ എടുത്തു, അതിൻ്റെ എഡിറ്റിംഗ് നടത്തി, എല്ലാം ഭംഗിയായിട്ടുണ്ട് കേട്ടോ. വളരെ നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഓർക്കസ്ട്രേഷൻ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കീബോർഡ്, ഫ്ലൂട്ട്, ഗിത്താറ്, തബല. എനിക്ക് തോന്നുന്നു കൈ കൊടുക്കച്ച, അഭിമാനിക്കുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് അതൊരു അച്ഛൻ, എനിക്ക് തോന്നുന്നത് ശരിക്കും നമ്മുടെ ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എനിക്ക് അതങ്ങനെ പറയാൻ പറ്റും. എനിക്കൊന്ന് അച്ഛൻ കണ്ണൂർ രൂപതയുടെ എനിക്ക് കൊയറൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് അച്ഛാ? കൊയർ ചില പബ്ലിക് കുർബാനകളൊക്കെ വരുമ്പോൾ ചെയ്യാറുണ്ടല്ലേ? ഓക്കെ അച്ഛാ, എനിക്ക് ഒത്തിരി 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 സന്തോഷം. അച്ഛൻ്റെ ഇനി ആഗ്രഹങ്ങൾ എന്താ? എനിക്ക് ഈ ഫീൽഡ് ഇപ്പോൾ കാറ്റഗിസം ഡയറക്ടറാണ്. എനിക്ക് അതൊരു ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. എനിക്ക് തോന്നുന്നത് രൂപതയിലുള്ള എല്ലാ പള്ളികളും എനിക്ക് തോന്നുന്നത് ഞായറാഴ്ചകൾ മാറി മാറി പോയി നല്ല യാത്രകൾ വരുന്നുണ്ട്, തിരക്കുകൾ വരുന്നുണ്ട്. അതിനിടയ്ക്കും ഈ മിനിസ്ട്രി കൈവിടാതെ കൊണ്ടുപോകണം. അച്ഛൻ്റെ ഈ മ്യൂസിക് മിനിസ്ട്രി ആയിട്ട് കണക്ട് ചെയ്ത് അച്ഛൻ്റെ ആഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്വപ്നങ്ങളുണ്ടോ? സ്വപ്നങ്ങളായിട്ട് സത്യം തുറന്നു പറയുകയാണെങ്കിൽ ഞാൻ ഇത്തിരി മടിയനാണ്. എനിക്കങ്ങനെ മ്യൂസിക് ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉണ്ട് ഉള്ളിൽ. പക്ഷേ എന്തോ അങ്ങനെ ചെയ്തങ്ങ് മ്യൂസിക്കിലങ്ങ് ഉയരണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നോ അത് ചെയ്യും, അവിടെ അങ്ങ് തീർക്കും എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ വലിയ പ്ലാനുകളൊന്നും വെച്ചിട്ടില്ല. ഇങ്ങനെ രൂപതയിൽ ഇങ്ങനെ കിട്ടുന്ന മിനിസ്ട്രി ഭംഗിയായിട്ട് ചെയ്യാൻ നോക്കുക, അത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കാറ്റഗിസത്തിലാണെങ്കിൽ ഞാൻ മാക്സിമം എന്തൊക്കെയോ പരിപാടികൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എങ്ങനെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുട്ടികളെ മുഴുവൻ ഇപ്പം അച്ഛനിലേക്ക് ഏൽപ്പിച്ചേക്കുക അല്ലേ? പ്രത്യേകിച്ച് മ്യൂസിക്കിലൂടെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ അച്ഛന് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ? അതിലിപ്പം ഈ വർഷം കാറ്റഗിസത്തിലൊരു മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 2 പാട്ട് ഇപ്പോൾ കാറ്റഗിസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ അഭിമന്യ പിതാവ് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത സിനഡ് നടന്നല്ലോ, സിനഡിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ പാട്ടുണ്ട്. അത് കെസ്ട്രേറ്റനാണ് പാടി, സംഗീതം ചെയ്ത് ഞാനാണ്. പരിശുദ്ധ രൂപയോടുള്ള നിൻ മുൻപിൽ നിൽക്കുന്നു പാവനരൂപി, നിൻ നാമമഹത്വത്തിൽ അണിചേരുന്നു, നയിക്കാൻ നീ മാത്രം ആത്മസ്വരൂപനെ, നിൻ ഗേഹം ഞങ്ങളിൽ പണിതിടേണമേ എന്ന ഈ പാട്ട് കാറ്റഗിസം അസംബ്ലികളിൽ പ്രാർത്ഥനാ ഗാനമായിട്ട് ഇപ്പം കുട്ടികൾ ആലപിക്കുന്നുണ്ട്. ഒപ്പം രൂപതയുടെ മൊത്തം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാറ്റഗിസം ആന്തം ഈ വർഷം എഴുതി ട്യൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എഴുതി ട്യൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് പുറത്ത് ഇറങ്ങിയിട്ടില്ല. കുട്ടികൾ ഇപ്പൊ ആലപിക്കാൻ തുടങ്ങി. അതൊരു രണ്ടുപേരും കുരുന്നുകൾ ഞങ്ങളൊന്നു ചേർന്ന് ഏക ശബ്ദമേക ചിന്തയിൽ വളർന്നിടും, ജ്വലിച്ചിടും. ക്രിസ്തുവാണ് രാജാവ്, ക്രിസ്തുവാണ് നേതാവ്, യേശുനാമമുള്ളിലെന്നും നന്മയായി വിടർന്നുയർന്നിടും, ജ്വലിച്ചിടും. ജീസസ് ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് ദ സേവിയർ ഓഫ് ദ വേൾഡ്, ജീസസ് ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് ദ സേവിയർ ഓഫ് ദ വേൾഡ്.
മനോഹരമായിരിക്കുന്നുണ്ട് അച്ഛാ. അതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിനാണെങ്കിൽ ഒരു പാട്ടിലേക്ക് പോയില്ല അച്ഛാ. കാരണം അച്ഛൻ്റെ ഒരു നിലകൾ എന്ന് പറഞ്ഞ ആ ഒരു ഭംഗിയുള്ളൊരു സോളോ ഉണ്ടല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ട അച്ഛൻ്റെ പല പാട്ടുകളും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട അതിലൊന്നാണിത്. നമുക്ക് ആ ഒരു ഗാനം ഇപ്പോൾ കേൾക്കാം, എന്നിട്ട് ആ ഗാനത്തിൻ്റെ വിശേഷങ്ങൾ പറയാം. തീർച്ചയായിട്ടും. ഉവ്വ. താങ്ക് യു. ഇന്നലകളിലേ ഞാനില്ല, ഇന്നുള്ള ഞാൻ വെറും ശൂന്യനത്രേ. സ്വന്തമായി കരുതാനൊന്നുമില്ല, ഉള്ളതെല്ലാം നിന്റെ ദാനമത്രേ. സ്വന്തമായി കരുതാനൊന്നുമില്ല, ഉള്ളതെല്ലാം നിന്റെ ദാനമത്രേ. ഇന്നലകളിലേ ഞാനില്ല, ഇന്നുള്ള ഞാൻ വെറും ശൂന്യനത്രേ. ഉടലും ഉയിരും ഉള്ളവുമെല്ലാം ഉയിരേകിയോൻ തന്ന ദാനമത്രേ. ഉടലും ഉയിരും ഉള്ളവുമെല്ലാം ഉയിരേകിയോൻ തന്ന ദാനമത്രേ. ഉള്ളുപിടയും നേരത്തു ഉയിരേകിയോനെന്നെ കാത്തിടുന്നു. ഇന്നലകളിലേ ഞാനില്ല, ഇന്നുള്ള ഞാൻ വെറും ശൂന്യനത്രേ. ദാനമായി തന്നൊരൻ ജീവിതത്തിൽ ദാനമായല്ലാതെ ഒന്നുമില്ല. ദാനമായി തന്നൊരൻ ജീവിതത്തിൽ ദാനമായല്ലാതെ ഒന്നുമില്ല. ദാനങ്ങളേകിയ നല്ലൊരു നാഥ, ദാനമായി തീരുവാൻ കൃപയേകിടൂ. ഇന്നലകളിലേ ഞാനില്ല, ഇന്നുള്ള ഞാൻ വെറും ശൂന്യനത്രേ. സ്വന്തമായി കരുതാനൊന്നുമില്ല, ഉള്ളതെല്ലാം നിന്റെ ദാനമത്രേ. ഇന്നലകളിലേ ഞാനില്ല, ഇന്നുള്ള ഞാൻ വെറും ശൂന്യനത്രേ. പിന്നെ വെച്ചാൽ വളരെ വളരെ മനോഹരം. അച്ഛൻ്റെ ഒരു പാട്ടിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിതെല്ലാം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാത്രി ശാന്തമായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് കിടന്നുറങ്ങാൻ പറ്റും. ഇന്നലകളിലേ ഞാനില്ല, സുന്ദരമായ വരികൾ. ഇന്നുള്ള ഞാൻ വെറും ശൂന്യം അത്ര. ഈ പാട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം വെച്ചാൽ ഇത് എങ്ങനെയാണ് ഇത് പിറവിയെടുത്ത്? അതിൻ്റെ ഒരു രസകരമായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തിരി മടിയും അലസതയും ഉണ്ട് പാട്ടിൻ്റെ കാര്യത്തിൽ ചെയ്യാനും അങ്ങനെയൊക്കെ. അപ്പം സിസ്റ്റർ സ്റ്റെൻസി CSN സിസ്റ്ററിൻ്റെ പുറകെ നടന്ന് കുറേ പറഞ്ഞൊക്കെ ചെയ്യിച്ചൊരു പാട്ടാണ്.
സിസ്റ്ററിൻ്റെ നിശ്ചയദാർഢ്യമാണ് ഈ പാട്ടിൻ്റെ പിന്നിൽ. ഞാൻ എടുത്ത് പറയുകയാണ്. CSN അല്ല, നസറത്ത് സ്റ്റേജ് ഉവ്വ് ഉവ്വ്. അവരുടെ ഒത്തിരി പാട്ടിന്റെ പിന്നിൽ ഈ സിസ്റ്ററിന്റെ കരവുണ്ട്. അതെ അതെ ആ അത് പാടണം എന്നും മ്യൂസിക് ചെയ്യണം എന്നൊക്കെ ഈ സിസ്റ്റേഴ്സിന് വളരെ നിർബന്ധമായിട്ട് പറഞ്ഞ് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ സിസ്റ്റർ സ്റ്റെൻസി കാണുന്നുണ്ടെങ്കിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും സ്നേഹത്തോടെ. ആള് നല്ല വൈബ്രന്റ് സിസ്റ്ററാണ്. വളരെ അപ്പോൾ ഇത് എഴുതിയത് ഡീക്കനായിരുന്നു. അപ്പോൾ ടിജോ വെള്ളച്ചാലിൽ എന്ന് പറഞ്ഞിട്ട് OFM കൺവെഞ്ചേഴ്സ് അച്ഛനായി. അച്ഛനെ വരികള് വളരെ ഭംഗിയാട്ടോ, നല്ല വരികള്. അദ്ദേഹം അച്ഛനും ടീച്ചനും പ്രത്യേക അഭിനന്ദനങ്ങൾ. അതെ, പ്രത്യേക അഭിനന്ദനങ്ങൾ. അദ്ദേഹം ഒരു കവിത പോലെ എഴുതിയതാണ്. കവിതയാണെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് എനിക്ക് തന്നത്. പക്ഷെ അത് ചെയ്തു വന്നപ്പോഴും നല്ല പാട്ടായിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പാട്ടിൻ്റെ പിറവി. പിന്നെ ഇതിൻ്റെ ഫീമെയിൽ വേർഷൻ സിസ്റ്റർ ജൂലി CSN ആലപിച്ചിട്ടുണ്ട്. ഇതിനേക്കാളും ഭംഗിയായിട്ട് ആലപിച്ചിട്ടുണ്ട് സിസ്റ്റർ. അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ഇത് പിന്നെ എന്തായാലും പാടേണ്ട നല്ല പാട്ടല്ലേ. പക്ഷേ ഇത് അച്ഛൻ പാടും. എനിക്ക് തന്നെ ഈ പാട്ട് അപ് പേഴ്സൺ കറക്റ്റ് ആണ്. എനിക്ക് തന്നെ അച്ഛൻ്റെ ആ ഒരു ഫീൽ വോയിസ് ഭയങ്കരമാണ്. ആ എടുക്കുമ്പോൾ ആ ബേസ് ടോണൊക്കെ വരുമ്പോഴേ ഇന്നലെ നല്ല നല്ല രസമായിട്ടുണ്ട് അച്ഛാ. അച്ഛനെ ഇനി എനിക്ക് തോന്നുന്നത് ഒത്തിരി പാട്ടുകൾ അച്ഛൻ്റെ ശബ്ദത്തിൽ കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ദൈവം അനുഗ്രഹിച്ചാൽ അങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെയാണ് ഈ പാട്ടിൻ്റെ പിന്നിൽ ഇന്നലകളിലെ ഞാനില്ല. ഓർക്കസ്ട്രേഷനും സംഗീതവും ഞാനായിരുന്നു. റെക്കോർഡ് ചെയ്തത് ക്ലാരറ്റ് സ്റ്റുഡിയോ, ക്ലരീഷ്യൻ സഭയുടെ നല്ലൊരു സ്റ്റുഡിയോ ആണത്. അച്ഛാ പ്രത്യേക അഭിനന്ദനങ്ങൾ കേട്ടോ. അതെ, സിസ്റ്ററിന്റെ ആണ് ഫീമെയിൽ വേർഷനാണ് അവിടെ ചെയ്തത്. മെയിൽ വേർഷൻ ചെയ്തത് ഒരു സെബി തുരുത്തിപ്പുറം, നമ്മുടെ ആ ഭാഗത്തുള്ളൊരു ചേട്ടനാണ്, നല്ലൊരു മ്യൂസീഷ്യനാണ്. പുള്ളിയാണ് എൻ്റെ മെയിൽ വേർഷൻ റെക്കോർഡ് ചെയ്തത്. അല്ലേ, പ്രത്യേക അഭിനന്ദനങ്ങൾ വെച്ചാൽ നല്ലൊരു ഗാനം തന്നതിന് അല്ലേ, ദൈവജനത്തിനായിട്ട് തന്നതിന്. വേറെ എന്നൊക്കെ ഉണ്ടാ വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷങ്ങൾ. വീട്ടിലെ വിശേഷങ്ങൾ അധികം പോയില്ലല്ലോ, അപ്പച്ചനും അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട്. വീട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മച്ചിയും അപ്പച്ചനും. പാട്ട് ഇവരിൽ ആരാ? അച്ഛന് സിദ്ധി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരാരെങ്കിലും പാടുന്നുണ്ടോ അപ്പച്ചനും അമ്മച്ചി? ഇല്ല, അവരങ്ങനെ പാട്ട് മേഖലയിൽ അങ്ങനെ കണ്ടിട്ടില്ല. ചേച്ചി പാടും, ചേട്ടൻ തബലയൊക്കെ വായിക്കും, ഫ്ലൂട്ടൊക്കെ വായിക്കും. അത്യാവശ്യം സ്കൂളിൽ ആള് സ്റ്റാറാണ്. ഒരു കലാരംഗമുണ്ട് മക്കളിൽ അല്ലേ, ഇവിടെയൊക്കെ ഉണ്ട്. എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് ചിലപ്പോൾ ചിലർക്ക് പാടാൻ കഴിവുണ്ടാവും, ചിലർക്ക് നന്നായിട്ട് എഴുതാൻ കഴിവുണ്ടാവും, ചിലർക്ക് സംഗീതം ചെയ്യാൻ കഴിവുണ്ടാവും, ഓർക്കസ്ട്രേഷൻ അധികം പറ്റില്ല, അതിനുള്ള കഴിവുണ്ടാവും. ചിലർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി അച്ഛന്മാർ വിഷ്വലൊക്കെ എടുക്കുന്ന, നന്നായിട്ട് വീഡിയോ എടുക്കുന്ന, നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്ന ഒത്തിരി അച്ഛന്മാരുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം പല പല യുണീക്കായിട്ട് ഓരോരുത്തർക്കായിട്ട് കിട്ടിയിരിക്കുന്ന കഴിവ്. അതെല്ലാം അതിൻ്റെ ഒരു നല്ലൊരു പൂർണ്ണതയിൽ അച്ഛന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവം അച്ഛനിൽ നിന്ന് ഇനിയും ഒത്തിരി മടി, അത് സ്വാഭാവികം, എല്ലാവർക്കും, ഞാനടക്കം എല്ലാവർക്കും തന്നെ ഒന്നാണ്. എനിക്ക് തോന്നുന്നത് ദൈവം ഒത്തിരി അച്ഛനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ലിനോ അച്ഛനിൽ നിന്ന് ഒത്തിരി ഒത്തിരി അനുഗ്രഹദായമായ അല്ലെങ്കിൽ അഭിഷേകമുള്ള ഒത്തിരി ഗാനങ്ങൾ പിറവിയെടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട്. പ്രത്യേകിച്ച് അച്ഛന് യൂത്തിനിടയ്ക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. യൂത്ത് മിനിസ്ട്രി ആയിട്ട് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ. ഇപ്പോൾ കാറ്റഗിസോയി ബന്ധപ്പെട്ടാണ് യൂത്ത് മിനിസ്ട്രിയെ കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു ടീൻസ് മിനിസ്ട്രി ജീസസ് യൂത്ത് ആരംഭിച്ചിട്ടുണ്ടല്ലോ. സ്റ്റെപ്പ് 1 ഒക്കെ ഉണ്ടായിരുന്നല്ലോ, വിജയകരമായിട്ട് കളമശ്ശേരി വെച്ച് നടന്നിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് ഇനി കാറ്റഗിസത്തിലൂടെ നടത്താനുള്ള കുട്ടികളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ജീസസ് യൂത്തിലേക്കും അല്ലെങ്കിൽ ഈ ഒരു കുറേയും കൂടെ യൂത്ത് മിനിസ്ട്രിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി അതിപ്പം ആരംഭിക്കാൻ വേണ്ടി പോകും. ജീസസ് യൂത്തിൻ്റെ കാര്യത്തിൽ ഒത്തിരി മ്യൂസിക്കിന് വളരെ പ്രാധാന്യമുള്ള, അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രിയപ്പെട്ട ലിനോ അച്ഛ, കൂടുതൽ അച്ഛൻ്റെ പാട്ടുകളും വിശേഷങ്ങളും നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കണം. ഇപ്പോൾ തന്നെ നമുക്ക് ഈ 2 എപ്പിസോഡിൽ, നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമുക്ക് പോകുമ്പോൾ അറിയാം അച്ഛൻ്റെ പാട്ടിന് ഒരു പുതുമയുണ്ട്, പിന്നെ ഒരു നോവുണ്ട്, ഒരു സങ്കടത്തിൻ്റെ ഒരു നോവ് നൽകുന്ന കൂടുതൽ പാട്ടുകൾ നമുക്ക് വരുന്ന എപ്പിസോഡിൽ. അതുപോലെ കൂടുതൽ വിശേഷങ്ങളും ഓരോ പാട്ടിൻ്റെ പിന്നിലും ഒരു പ്രത്യേക അനുഭവങ്ങളും ദൈവത്തിൻ്റെ ഒരു തൊടലൊക്കെ ഉണ്ട്, സ്പർശനമൊക്കെ ഉണ്ട്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ നമുക്ക് പരിചയപ്പെടാം. അപ്പം ചുക്കില്ലാതെ എന്ത് കഷായം നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പം ഓരോ എപ്പിസോഡും എൻഡ് ചെയ്യുന്നത് അച്ഛൻ്റെ ഒരു ഗാനത്തോടെയാണ്. അതാണ് അതിൻ്റെ പൂർണ്ണത. അപ്പം വീണ്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹമുണ്ട് ഒരു ഗാനം. സന്തോഷമുള്ള വാക്കുകളാണ് കേട്ടോ, ചുക്കില്ല. പക്ഷേ ഒത്തിരി സന്തോഷം. ജോസ് കല്ലർ എന്ന് പറഞ്ഞൊരു പ്രിയ സഹോദരനുണ്ട്. അദ്ദേഹം എഴുതി, ഒരു നല്ല ഒരു പാവ മനുഷ്യനാണ്. അദ്ദേഹം എഴുതി സംഗീതം ചെയ്ത ഒരു നോവിൻ്റെ ഒരു ഗാനം, ഒരു ചെറിയ ആ ഒരു ഗാനം ഇപ്പം പാടാം. സ്നേഹം, മറക്കാത്ത സ്നേഹം, ഒരിക്കലും കുറയാത്ത ദൈവസ്നേഹം. മാറാത്ത സ്നേഹം,
മറക്കാത്ത സ്നേഹം, ഒരിക്കലും കുറയാത്ത ദൈവസ്നേഹം. പാപം ചെയ്താലും ഓടിയൊളിച്ചാലും നിന്നെ കാത്തു നിൽക്കുന്ന ദൈവം. പാപം ചെയ്താലും ഓടിയൊളിച്ചാലും നിന്നെ കാത്തു നിൽക്കുന്ന ദൈവം. മാറാത്ത സ്നേഹം, മറക്കാത്ത സ്നേഹം, ഒരിക്കലും കുറയാത്ത ദൈവസ്നേഹം. പോയെന്നാലും പിന്തള്ളിയാലും ചേർത്തു നിർത്തി എന്നെ കരുതുന്ന സ്നേഹം. തോറ്റുപോയെന്നാലും പിന്തള്ളിയാലും ചേർത്തു നിർത്തി എന്നെ കരുതുന്ന സ്നേഹം. കൂടുവിട്ടെന്നാലും കൂട്ടം പിരിഞ്ഞാലും കൂടെ നടന്നിടും താതനാം ദൈവം. കൂടുവിട്ടെന്നാലും കൂട്ടം പിരിഞ്ഞാലും കൂടെ നടന്നിടും താതനാം ദൈവം. കൂടെ നടന്നിടും താതനാം ദൈവം. മാറാത്ത സ്നേഹം, മറക്കാത്ത സ്നേഹം, ഒരിക്കലും കുറയാത്ത ദൈവസ്നേഹം. ഒറ്റിക്കൊടുത്താലും തെറ്റിപ്പിരിഞ്ഞാലും കരുണയോടെന്നെ വിളിക്കുന്ന സ്നേഹം. ഒറ്റിക്കൊടുത്താലും തെറ്റിപ്പിരിഞ്ഞാലും കരുണയോടെന്നെ വിളിക്കുന്ന സ്നേഹം. തള്ളിപ്പറഞ്ഞാലും തള്ളിക്കളഞ്ഞാലും മാറോടണച്ചെന്നെ ഉണരുന്ന സ്നേഹം. തള്ളിപ്പറഞ്ഞാലും തള്ളിക്കളഞ്ഞാലും മാറോടണച്ചെന്നെ ഉണരുന്ന സ്നേഹം. മാറോടണച്ചെന്നെ ഉണരുന്ന സ്നേഹം. മാറാത്ത സ്നേഹം, മറക്കാത്ത സ്നേഹം, ഒരിക്കലും കുറയാത്ത ദൈവസ്നേഹം. അച്ഛാ, വളരെ മനോഹരമായ ഗാനം. പ്രത്യേകിച്ച് അതിൻ്റെ വരികളാണ് എടുത്തു പറയേണ്ടത്. ജോസ് കല്ലറ ജോസ് ഒരു സാധു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നുള്ളൊരു വരിയായിട്ട് തോന്നി. ഈ സമയത്ത് ജോസേട്ടനുള്ള സ്നേഹം അറിയിക്കുകയാണ്. എനിക്ക് തോന്നുന്ന ഈ ഒരു 2 എപ്പിസോഡ് അച്ഛൻ്റെ കൂടെ ഇരുന്നപ്പോൾ അത് പറയാൻ വയ്യ. നമുക്ക് തന്നെ ഒരു എനർജി കിട്ടുന്നു കേട്ടോ. ഈ പ്രസൻസ് എനിക്ക് തോന്നുന്ന അച്ഛൻ്റെ അതൊരു നല്ലൊരു അഭിഷേകമുള്ളൊരു പ്രസൻസാണ്. അപ്പോൾ നമ്മളിപ്പോൾ അച്ഛൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു, അച്ഛൻ്റെ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടു. നമുക്കെല്ലാവർക്കും ഹൃദയത്തിൽ തൊടുന്ന പാട്ടുകളൊക്കെ തന്നെ. അതിലൊരു ഞാൻ പറഞ്ഞു വരുന്ന ഒരു പഴയ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സംഗീതം, എൻ്റെ ഓർക്കസ്ട്രേഷൻ ആയിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, അച്ഛൻ അതിൻ്റെ ഒരു അച്ഛൻ്റെ ടച്ച് ഉണ്ട്, ലിനോ അച്ഛൻ്റെ ടച്ച് ഉണ്ട്. അപ്പോൾ കൂടുതൽ പാട്ടുകൾ നമുക്ക് ലിനോ അച്ഛൻ്റെ പാട്ടുകളുണ്ട്. വളരെ ഹൃദ്യമായ ചില അനുഭവങ്ങളൊക്കെ ഉണ്ട്. വരുന്ന എപ്പിസോഡിൽ ലിനോ അച്ഛൻ്റെ കൂടുതൽ പാട്ടുകളും വിശേഷങ്ങളും നമുക്കറിയാം. അതുവരെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ശാലോം ടിവിയുടെ ഹെവൻലി മെലഡീസിൻ്റെ ഹൃദയപൂർവ്വമുള്ള നന്ദി. മാറാത്ത സ്നേഹം, മറക്കാത്ത സ്നേഹം, ഒരിക്കലും കുറയാത്ത ദൈവസ്നേഹം. പാപം ചെയ്താലും ഓടിയൊളിച്ചാലും നിന്നെ കാത്തു നിൽക്കുന്ന ദൈവം. മാറാത്ത സ്നേഹം, മറക്കാത്ത സ്നേഹം, ഒരിക്കലും